വഴിതെറ്റിച്ച GPS-ഉം മരണത്തിന്റെ ചതുപ്പും. ഒരു ഭീകരയാത്ര. ബാംഗ്ലൂരിലെ തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും IT ജോലിയുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും കുറച്ചു ദിവസത്തെ മോചനം തേടിയാണ് സിദ്ധാർത്ഥും ഭാര്യ പ്രിയയും വയനാട്ടിലെ ഉൾക്കാട്ടിലുള്ള ഒരു റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചത്. സിദ്ധാർത്ഥിന്റെ പുതിയ SUV കാറിൽ പാതിരാത്രിയുടെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് അവർ കുതിച്ചു. സമയം ഏകദേശം രാത്രി 1 കഴിഞ്ഞിരുന്നു. മൈസൂർ പിന്നിട്ട് കാട്ടുപാതയിലേക്ക് പ്രവേശിച്ചതോടെ മൊബൈൽ റേഞ്ച് കുറഞ്ഞു തുടങ്ങി. റോഡിന്റെ ഇരുവശത്തും ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ഹെഡ്ലൈറ്റിന്റെ പ്രകാശവട്ടത്തിൽ മാത്രം തെളിയുന്ന ആസ്ഫാൽറ്റ് റോഡ് ഒരു വലിയ പാമ്പിനെപ്പോലെ മുന്നോട്ട് നീണ്ടുകിടന്നു. പെട്ടെന്നാണ് മെയിൻ റോഡിന് കുറുകെ ഒരു വലിയ ആൽമരം വീണുകിടക്കുന്നതവർ കണ്ടത്. ഒരു വലിയ ഉരുൾപൊട്ടലിൽ റോഡിന്റെ ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞുപോയിരുന്നു. ഇനി എന്തു ചെയ്യും സിദ്ധു? ഈ രാത്രിയിൽ ഈ കാടിനുള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോകുമോ? പ്രിയയുടെ സ്വരത്തിൽ ഭയം നിഴലിച്ചു. അവൾ ജനാലയ്ക്കൽ കൂടി പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ഏതോ കാട്ടുമൃഗങ്ങളുടെ കണ്ണുകൾ അവരെ നിരീക്ഷിക്കുന്നതുപോലെ തോന്നി. സിദ്ധാർത്ഥ് ഫോണിലെ GPS പരിശോധിച്ചു. പേടിക്കണ്ട പ്രിയെ, നെറ്റ്വർക്ക് കുറവാണെങ്കിലും ഓഫ്ലൈൻ മാപ്പിൽ മറ്റൊരു ചെറിയ വഴി കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഉൾക്കാട്ടിലൂടെയാണെങ്കിലും 10 കിലോമീറ്റർ കഴിയുമ്പോൾ മെയിൻ ഹൈവേയിൽ തന്നെ എത്തും. മാപ്പിലെ ആ നീലവര ഒരു ഇടുങ്ങിയ മൺവഴിയിലേക്ക് തിരിയാൻ നിർദ്ദേശിച്ചു. റീറൂട്ടിംഗ്, ടേക്ക് എ ഷാർപ്പ് ലെഫ്റ്റ് ഇൻ 50 മീറ്റേഴ്സ് എന്ന ആ യാന്ത്രിക ശബ്ദം പിന്തുടർന്ന് സിദ്ധാർത്ഥ് വണ്ടി ഇടവഴിയിലേക്ക് തിരിച്ചു. ആദ്യം വഴി മോശമായിരുന്നില്ല. എന്നാൽ മുന്നോട്ടു പോകുന്തോറും കാട് കൂടുതൽ നിഗൂഢമായി വന്നു. റോഡിന്റെ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളും കാട്ടുപൊന്തകളും വണ്ടിയെ തഴുകി കടന്നുപോയി. കാറിനകത്തെ AC 18 ഡിഗ്രിയിലായിരുന്നിട്ടും പുറത്ത് അസാധാരണമായ ഒരു തണുപ്പ് പടരുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. കാറിന്റെ ചില്ലുകളിൽ പുറത്തുനിന്ന് നീരാവി പടരാൻ തുടങ്ങി. പെട്ടെന്ന് ഫോണിലെ സിഗ്നൽ പൂർണ്ണമായും നിലച്ചു. പക്ഷേ അതിശയകരമെന്ന് പറയട്ടെ, GPS മാപ്പ് മാത്രം കൂടുതൽ തെളിച്ചത്തോടെ പ്രവർത്തിച്ചു. സാധാരണ ഗൂഗിൾ മാപ്പിലില്ലാത്ത പല അടയാളങ്ങളും ആ സ്ക്രീനിൽ തെളിഞ്ഞുവന്നു. ഇടത്തേക്ക് തിരിയുക, GPS വീണ്ടും നിർദ്ദേശിച്ചു. സിദ്ധാർത്ഥ് വണ്ടി തിരിച്ചു. അപ്പോൾ അവരെത്തിയത് പണ്ടെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലായിരുന്നു. ഗേറ്റിനു പിന്നിൽ വലിയൊരു തറവാട് വീടിന്റെ അവശിഷ്ടങ്ങൾ കാണാമായിരുന്നു. അവിടെ വഴി അവസാനിച്ചതുപോലെ തോന്നി. സിദ്ധു, നമുക്ക് തിരിച്ചു പോകാം. ഈ മാപ്പ് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പ്രിയ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. സിദ്ധാർത്ഥ് വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് ആയതുപോലെ തോന്നി. ആ സമയം ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ ഗേറ്റിനരികിലായി ഒരു വൃദ്ധ നിൽക്കുന്നത് അവർ കണ്ടു. വെളുത്ത മുണ്ടും ചട്ടയും ധരിച്ച അഴിഞ്ഞുവീണ നരച്ച മുടിയുള്ള ഒരു സ്ത്രീ. അവർ കുനിഞ്ഞു തറയിൽ എന്തോ തിരയുകയായിരുന്നു. സിദ്ധാർത്ഥ് ഗ്ലാസ് പകുതി താഴ്ത്തി അവരെ വിളിച്ചു. അമ്മേ, ഹൈവേയിലേക്ക് പോകാൻ ഏതാണ് വഴി? അവർ പതുക്കെ തല ഉയർത്തി. സിദ്ധാർത്ഥിന്റെ രക്തം ഐസ് പോലെ തണുത്തുപോയി. ആ സ്ത്രീയുടെ മുഖത്ത് കണ്ണുകളുണ്ടായിരുന്നില്ല. വെറും 2 കറുത്ത കുഴികൾ മാത്രം. അവയിലൂടെ കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവർ ഭീകരമായി ഒന്ന് ചിരിച്ചു. അവരുടെ വായയ്ക്കുള്ളിൽ പല്ലുകൾക്ക് പകരം മൂർച്ചയുള്ള കുപ്പിച്ചില്ലുകൾ പോലെ എന്തോ മിന്നിത്തിളങ്ങി. ഭയന്നുപോയ സിദ്ധാർത്ഥ് വണ്ടി ആഞ്ഞു ചവിട്ടി റിവേഴ്സ് എടുത്തു. പക്ഷേ റിയർ വ്യൂ മിററിലൂടെ നോക്കിയ പ്രിയ നിലവിളിച്ചു. കാറിന് തൊട്ടുപിന്നിലും അതേ വൃദ്ധ നിൽക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവർ എങ്ങനെ കാറിന് പിന്നിലെത്തി? സിദ്ധാർത്ഥ് വണ്ടി 1ാം ഗിയറിലിട്ട് മുന്നോട്ട് കുതിപ്പിച്ചു. GPS ഇപ്പോൾ മനുഷ്യസഹജമായ വേഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നേരെ പോവുക, വേഗത്തിൽ പോവുക, അവൾ നിങ്ങളെ പിടിക്കാൻ വരുന്നു. ആ യാന്ത്രിക ശബ്ദത്തിനു പകരം ദേഷ്യം നിറഞ്ഞ ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു അത്. കാറിന്റെ വേഗത 100-ന് മുകളിലായി. കാടിനുള്ളിലെ മൺവഴിയിലൂടെ അത്രയും വേഗത്തിൽ പോകുന്നത് ആത്മഹത്യാപരമായിരുന്നു. പെട്ടെന്ന് GPS സ്ക്രീൻ ചോര നിറമായി മാറി. അതിൽ വലിയ അക്ഷരങ്ങളിൽ തെളിഞ്ഞുവന്നു, യു ഹാവ് റീച്ച്ഡ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. സിദ്ധാർത്ഥ് സർവശക്തിയുമെടുത്ത് ബ്രേക്ക് ചവിട്ടി. കാർ വഴുതിമാറി നിന്നത് ഒരു അഗാധമായ താഴ്വരയുടെ തൊട്ടരികിലായിരുന്നു. മുൻ ടയറുകൾ പകുതിയും താഴ്ചയിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഒരടി കൂടി മുന്നോട്ടു പോയിരുന്നെങ്കിൽ അവർ ആയിരക്കണക്കിന് അടി താഴെയുള്ള പുഴയിലേക്ക് വീഴുമായിരുന്നു. അവർ ഇരുന്നിരുന്ന സ്ഥലത്തിനു ചുറ്റും പായൽ പിടിച്ച കല്ലറകളും തുരുമ്പിച്ച കുരിശുകളും മങ്ങിയ വെളിച്ചത്തിൽ തെളിഞ്ഞുവന്നു. അതൊരു പഴയ ശ്മശാനമായിരുന്നു. പെട്ടെന്ന് കാറിന്റെ 4 ചില്ലുകളിലും ഒരേ സമയം കൈപ്പത്തികൾ വന്ന് പതിച്ചു. ചുറ്റും ആ വൃദ്ധയുടെ രൂപങ്ങൾ. അവർ ഒരേ സമയം ചില്ലുകളിൽ നഖം കൊണ്ടു പോറാൻ തുടങ്ങി. കാറിന്റെ മുകളിൽ ആരോ ഭാരമുള്ള എന്തോ വലിച്ചെറിഞ്ഞതുപോലെ വലിയൊരു ശബ്ദം കേട്ടു. ഉള്ളിലെ ലൈറ്റുകൾ ചുവന്ന നിറത്തിൽ മിന്നിത്തുടങ്ങി. റേഡിയോ തനിയെ ഓണായി. അതിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ഉച്ചത്തിൽ കേട്ടു. നീ വഴിതെറ്റിയല്ല വന്നത് സിദ്ധാർത്ഥ്, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. GPS-ലൂടെ ആ സ്ത്രീയുടെ ശബ്ദം ഇപ്പോൾ വ്യക്തമായി. സിദ്ധാർത്ഥ് ടോർച്ച് തെളിച്ചപ്പോൾ പ്രിയ സീറ്റിലില്ല. അവൻ പേടിച്ചു വിറച്ച് ചുറ്റും നോക്കി. അവൾ കാറിനു പുറത്ത് ആ വൃദ്ധയ്ക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ അവളുടെ കണ്ണുകളും ഇപ്പോൾ കറുത്ത കുഴികളായി മാറിയിരുന്നു. അവൾ വിരൽ ചൂണ്ടി സിദ്ധാർത്ഥിനെ അടുത്തേക്ക് വിളിച്ചു. സിദ്ധാർത്ഥിന്റെ ബോധം മറഞ്ഞു തുടങ്ങി.
പിറ്റേന്ന് രാവിലെ നാട്ടുകാരാണ് ആ കാർ കൊക്കയുടെ വക്കിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ സിദ്ധാർത്ഥ് തനിച്ചായിരുന്നു. അവന്റെ ശരീരം തണുത്തുറഞ്ഞു പോയിരുന്നു. ബോധം വന്നപ്പോൾ അവൻ പ്രിയയെക്കുറിച്ച് തിരക്കി. പക്ഷേ നാട്ടുകാർ പറഞ്ഞത് അവൻ കാറിൽ തനിച്ചായിരുന്നു എന്നാണ്. അവന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലെന്നും പ്രിയയെന്നത് 10 വർഷം മുൻപ് ഇതേ റൂട്ടിൽ കാർ അപകടത്തിൽ മരിച്ച അവന്റെ പഴയ കാമുകിയായിരുന്നു എന്നും അവർ പറഞ്ഞു. മാനസികാഘാതം മൂലം സിദ്ധാർത്ഥ് എല്ലാം മറന്നുപോയിരുന്നു. ആ രാത്രി GPS അവനെ കൊണ്ടുപോയത് പ്രിയ മരിച്ച അതേ സ്ഥലത്തേക്കായിരുന്നു. ഇന്നും രാത്രിയിൽ ആ കാട്ടുപാതയിലൂടെ പോകുന്നവരുടെ ഫോണിൽ GPS തനിയെ ഓണാകാറുണ്ട്. മാപ്പിലില്ലാത്ത ആ വഴിയിലേക്ക് അത് നിങ്ങളെ ക്ഷണിക്കും. പക്ഷേ ഓർക്കുക, ആ ശബ്ദം കേട്ട് വണ്ടി തിരിച്ചാൽ നിങ്ങളെത്തുന്നത് നിങ്ങളുടെ അവസാന ലക്ഷ്യസ്ഥാനത്തായിരിക്കും. മഞ്ഞുപുതച്ച താഴ്വരയിലെ നിഗൂഢമായ ആ ബംഗ്ലാവും അവസാനിക്കാത്ത പ്രേതബാധയും, വയനാടിന്റെ ഏറ്റവും ഉയരത്തിലുള്ള മലമടക്കുകളിൽ നാഗരികതയുടെ അവസാന അടയാളവും, മാഞ്ഞുപോകുന്ന കൊടുങ്കാടിനും അഗാധമായ താഴ്വരകൾക്കും നടുവിലായി തലയുയർത്തി നിൽക്കുന്ന ആ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് സിദ്ധാർത്ഥും അവന്റെ 3 സുഹൃത്തുക്കളും എത്തിയത് സാഹസികതയോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ടായിരുന്നു. ഏകദേശം 150 വർഷത്തിലേറെ പഴക്കമുള്ള കരിങ്കല്ലിൽ തീർത്ത ആ ബംഗ്ലാവ് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കറുത്ത കോട്ട പോലെ തോന്നിപ്പിക്കുമായിരുന്നു. അതിന്റെ വിശാലമായ വരാന്തകളും തടികൊണ്ടുള്ള മേൽക്കൂരയും തറ മുതൽ മേൽക്കൂര വരെ നീളുന്ന വലിയ ഗ്ലാസ് ജനാലകളും ആ പഴയ കാലഘട്ടത്തിന്റെ രാജകീയമായ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. എന്നാൽ അവർ അവിടെ കാലുകുത്തിയ നിമിഷം തന്നെ ഒരു അജ്ഞാതമായ ഭയം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള കൂറ്റൻ മരങ്ങൾ കാറ്റിലാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആരോ അമർത്തി കരയുന്നതുപോലെ തോന്നിപ്പിച്ചു. ബംഗ്ലാവിലെ തോട്ടം സൂക്ഷിപ്പുകാരനായ കരുണൻ എന്ന വൃദ്ധൻ താക്കോൽ കൈമാറുമ്പോൾ ഒന്നു മാത്രമേ പറഞ്ഞുള്ളൂ: സാറേ, രാത്രി 10 മണി കഴിഞ്ഞാൽ മുറികളുടെ ജനാലകളെല്ലാം അടച്ചിടണം. എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറന്നു പുറത്തിറങ്ങരുത്. ഈ തോട്ടത്തിൽ കാറ്റല്ല ചിലപ്പോൾ വാതിലിൽ മുട്ടുന്നത്. പലരും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്, പക്ഷേ ആരും 3-ാം പക്കം വരെ ഇവിടെ നിന്നിട്ടില്ല. ആ വാക്കുകൾ വെറും ഗ്രാമീണമായ അന്ധവിശ്വാസമായി കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥും കൂട്ടുകാരും. ആദ്യത്തെ വൈകുന്നേരം സുന്ദരമായിരുന്നു. മലനിരകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം രക്തവർണമായി മാറി. അവർ ബംഗ്ലാവിനു മുന്നിൽ പാട്ടും ബഹളവുമായി സമയം ചിലവഴിച്ചു. എന്നാൽ രാത്രി 8 മണിയായതോടെ മലയിറങ്ങി വന്ന കനത്ത മൂടൽമഞ്ഞ് ബംഗ്ലാവിനെ പൂർണ്ണമായും വിഴുങ്ങി. കാഴ്ചകൾ മറഞ്ഞു. വെറും വെളുത്ത പുകപ്പടലം പോലെ മഞ്ഞ് ജനാലയ്ക്കൽ വന്നു മുട്ടിക്കൊണ്ടിരുന്നു. വൈദ്യുതി തടസ്സപ്പെട്ടതോടെ അവർ ഹാളിലെ വലിയ ഫയർപ്ലേസിൽ ഉണങ്ങിയ മരക്കഷ്ണങ്ങളിട്ട് തീകൂട്ടി. ആ മങ്ങിയ വെളിച്ചത്തിൽ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ അസ്വാഭാവിക ശബ്ദം കേട്ടത്. വരാന്തയുടെ കല്ലുപാകിയ തറയിലൂടെ ആരോ കനത്ത ബൂട്ടുകൾ അണിഞ്ഞു നടക്കുന്നു. ഖട്ട് ഖട്ട് എന്ന് ഓരോ ചുവടും ഉറച്ച ശബ്ദത്തോടെയുള്ള ആ പാദചലനം വരാന്തയുടെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക് വളരെ താളാത്മകമായി പോയിക്കൊണ്ടിരുന്നു. ആരുടെയോ വലിയൊരു നിഴൽ ജനാലയിലെ കർട്ടനിലൂടെ മിന്നിമറയുന്നത് കണ്ട് സിദ്ധാർത്ഥ് തന്റെ ടോർച്ചുമായി എഴുന്നേറ്റു. വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കൈവച്ചാൽ കാണാൻ കഴിയാത്ത അത്രയും കനത്ത മഞ്ഞ് മാത്രം. അവിടെ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ചെറിയ ജീവി പോലും ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ അകത്ത് കയറി വാതിലടച്ച നിമിഷം ആരോ വാതിലിന് മറുപുറത്തുനിന്ന് ആഞ്ഞുമുട്ടി. അത് വെറുമൊരു മുട്ടലായിരുന്നില്ല, വാതിൽ തകർക്കാനുള്ള ശക്തിയോടെയുള്ള പ്രഹരങ്ങളായിരുന്നു. സിദ്ധാർത്ഥ് പെട്ടെന്ന് വാതിൽ തുറന്നു. പക്ഷേ വരാന്ത പഴയതുപോലെ ശൂന്യമായിരുന്നു. അവർ പരിഭ്രമത്തോടെ ഹാളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സംഗീതം കേട്ടു തുടങ്ങി. ഒരു പഴയ പിയാനോ വായിക്കുന്ന ശബ്ദം. ആരും താമസിക്കാത്ത വർഷങ്ങളായി പൊടിപിടിച്ചു കിടക്കുന്ന മുകളിലെ മുറിയിൽ നിന്ന് വളരെ വിഷാദകരമായ ഒരു ഇംഗ്ലീഷ് സംഗീതം ബംഗ്ലാവിലാകെ പ്രതിധ്വനിച്ചു. പിയാനോയുടെ ഓരോ കട്ടയും അമരുന്ന ശബ്ദവും അതിന്റെ കമ്പികൾ മീട്ടുന്ന ശബ്ദവും അവർക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. നമുക്ക് മുകളിൽ പോയി നോക്കണം, ഇത് ആരെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാകും, സുഹൃത്തായ അരുൺ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. അവർ 4 പേരും ടോർച്ചുമായി മുകളിലെ നിലയിലേക്ക് കയറി. ഗോവണിപ്പടികൾ ഓരോന്ന് ചവിട്ടുമ്പോഴും ആ തടിപ്പടികൾ വലിയ ശബ്ദത്തോടെ കരയുന്നുണ്ടായിരുന്നു. മുകളിലെ വലിയ ഹാളിലെത്തിയപ്പോൾ പിയാനോയുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. അവിടെ അവിശ്വസനീയമായ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അവരുടെ ശ്വാസം പോലും പുകയായി പുറത്തുവരുന്നുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ ആരോ പുകയില വലിക്കുന്നത് പോലെയുള്ള കനത്ത മണവും പഴകിയ മദ്യത്തിന്റെ മണവും പടർന്നു. ടോർച്ച് വെളിച്ചം പിയാനോയ്ക്ക് നേരെ തെളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവിടെ ആരുമില്ലായിരുന്നു എങ്കിലും പിയാനോയുടെ കീസുകൾ ആരോ അമർത്തുന്നതുപോലെ തനിയെ താഴേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ മുറിയുടെ മൂലയിലുള്ള വലിയ നിലക്കണ്ണാടിയിൽ അവർ ഒരു രൂപം കണ്ടത്. കോട്ടും തൊപ്പിയും ധരിച്ച ഒരു വിദേശി പിയാനോയ്ക്ക് മുന്നിലിരിക്കുന്നു. പക്ഷെ നേരിട്ട് പിയാനോയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. കണ്ണാടിയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ആ രൂപം പതുക്കെ തല തിരിച്ച് അവരെ നോക്കി. കണ്ണുകളില്ലാത്ത വെറും കറുത്ത കുഴികളുള്ള ആ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥും സുഹൃത്തുക്കളും പേടിച്ച് പിന്നോട്ടു മാറി. ആ നിമിഷം മുറിയിലുണ്ടായിരുന്ന എല്ലാ ജനാലകളും വൻ ശബ്ദത്തോടെ തുറക്കപ്പെടുകയും മഞ്ഞ് അകത്തേക്ക് ഇരച്ചു കയറുകയും ചെയ്തു.
അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചുകൾ ഒരേ സമയം അണഞ്ഞുപോയി. ഇരുട്ടിൽ ആ രൂപം അവരോട് അലറുന്നതുപോലെ മന്ത്രിച്ചു, "ലീവ് മൈ ഹൗസ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്." ഭയം കൊണ്ട് വിറച്ച അവർ താഴേക്ക് ഓടിവന്നു. താഴെ എത്തിയപ്പോൾ ഹാളിലെ ഫയർപ്ലേസിലെ തീ അണഞ്ഞുപോയിരുന്നു. ഇരുട്ടിൽ അവർക്ക് ചുറ്റും ആരോ വേഗത്തിൽ ശ്വാസം വിടുന്നതുപോലെയും വസ്ത്രങ്ങൾ തറയിലുരസുന്ന ശബ്ദവും കേട്ടു. മുറിയുടെ മൂലയിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ടോർച്ച് തെളിച്ചപ്പോൾ അവിടെ ഒരു പഴയ പാവ മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകളിൽ നിന്ന് ചോര ഒഴുകുന്നതുപോലെ അവർക്ക് തോന്നി. അന്ന് രാത്രി ബാക്കി സമയം അവർ ഒരു മുറിയിൽ ഒന്നിച്ചു ചേർന്നിരുന്നു. വാതിൽ അകത്തുനിന്ന് അടച്ചു. എന്നാൽ ഭീതി അവസാനിച്ചില്ല. മുറിയുടെ ചുവരുകളിൽ 4 ഭാഗത്തുനിന്നും ആരോ ഒരേ സമയം കൈകൾ കൊണ്ട് തട്ടാൻ തുടങ്ങി. ജനാലച്ചില്ലുകളിൽ ആരോ നഖം കൊണ്ട് പോറുന്ന ശബ്ദം കേട്ട് സിദ്ധാർത്ഥ് ചെറുതായി കർട്ടൻ നീക്കി നോക്കി. മഞ്ഞിനിടയിലൂടെ വികൃതമായ മുഖങ്ങളും നീണ്ട കൈകളുമുള്ള പല രൂപങ്ങൾ ബംഗ്ലാവിനെ വലയം ചെയ്തു നിൽക്കുന്നത് അവർ കണ്ടു. മുറിക്ക് പുറത്തെ ഹാളിൽ ആരോ ഭാരമുള്ള അലമാരകൾ വലിച്ചിഴയ്ക്കുന്ന ശബ്ദവും ഇടയ്ക്കിടെ ഭ്രാന്തമായ അട്ടഹാസങ്ങളും കേട്ടുകൊണ്ടിരുന്നു. പുലർച്ചെ 3 മണിയായപ്പോൾ അവരുടെ മുറിയുടെ വാതിൽ തനിയെ തുറക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് വാതിൽ പിടിച്ചു. വാതിലിന് മറുവശത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് അകത്തേക്ക് വരികയും ആരോ വാതിൽ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. "നമ്മളെ ഇവർ കൊന്നുകളയും" എന്ന് സുഹൃത്തായ വിഷ്ണു നിലവിളിച്ചു. ആ സമയം മുറിക്കുള്ളിലെ ക്ലോസറ്റിൽ നിന്ന് വെള്ളം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. അതിന് കടുത്ത ചുവപ്പ് നിറമായിരുന്നു. പുലർച്ചെ 5 മണിയായപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. മഞ്ഞ് നീങ്ങുകയും സൂര്യപ്രകാശം മലനിരകളിൽ വീഴുകയും ചെയ്തതോടെ ആ ബംഗ്ലാവ് വീണ്ടും പഴയതുപോലെ ശാന്തമായി. ഒരൊറ്റ നിമിഷം പോലും അവിടെ നിൽക്കാതെ അവർ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. താഴെയുള്ള തേയിലത്തോട്ടത്തിലെത്തിയപ്പോൾ കരുണൻ അവരെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് "ഞാൻ പറഞ്ഞില്ലേ" എന്നൊരു ഭാവമായിരുന്നു. അദ്ദേഹം പിന്നീട് അവർക്ക് ആ ബംഗ്ലാവിന്റെ ശാപം നിറഞ്ഞ ചരിത്രം വിവരിച്ചുകൊടുത്തു. പണ്ട് ആ ബംഗ്ലാവിന്റെ ഉടമയായിരുന്ന ജോൺസൺ സാഹിബ് തന്റെ ഭാര്യയെയും 2 ചെറിയ മക്കളെയും ഒരു പകർച്ചവ്യാധിയിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മാനസിക നില തെറ്റി ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. തന്റെ കുടുംബം ഇപ്പോഴും അവിടെയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒടുവിൽ ഒരു ക്രിസ്മസ് രാത്രിയിൽ ആ പിയാനോയ്ക്ക് മുന്നിലിരുന്നാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചത്. സായിപ്പിന്റെ മരണശേഷം ആ ബംഗ്ലാവ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും അവിടെ താമസിക്കാൻ വന്ന ആർക്കും സമാധാനം ലഭിച്ചിട്ടില്ല. താമസിക്കാൻ വന്ന ഒരു കുടുംബത്തിലെ കുട്ടി അജ്ഞാതമായ കാരണത്താൽ ബംഗ്ലാവിനുള്ളിലെ കിണറ്റിൽ വീണു മരിച്ചു. മറ്റൊരു വിനോദസഞ്ചാരി അവിടെ വെച്ച് ഭ്രാന്തായി വനത്തിലേക്ക് ഓടിപ്പോയി. അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. സിദ്ധാർത്ഥും സുഹൃത്തുക്കളും അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. ഇന്നും ആ മലഞ്ചെരുവിൽ കനത്ത മഞ്ഞ് മൂടുമ്പോൾ ആ വഴി പോകുന്നവർക്ക് പിയാനോയുടെ ആ വിരഹസംഗീതവും വരാന്തയിലെ കനത്ത ബൂട്ടുകളുടെ ശബ്ദവും കേൾക്കാമെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. ആ ബംഗ്ലാവ് ഇപ്പോഴും അവിടെയുണ്ട്. പുതിയ ഇരകളെയും കാത്ത് മൂടൽ മഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്നു. കാട്ടുപാതയിലെ ആ ചുവന്ന സാരിയും മരണത്തിന്റെ തണുത്ത കൈകളും നീലഗിരിയുടെ വളഞ്ഞുപുളഞ്ഞ ഹെയർപിൻ വളവുകളിലൂടെ പാതിരാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത് ആനന്ദിനൊരു ലഹരിയായിരുന്നു. കോയമ്പത്തൂരിലെ തിരക്കേറിയ ബിസിനസ് മീറ്റിംഗുകൾക്ക് ശേഷം സ്വന്തം നാടായ ഊട്ടിയിലെ മഞ്ഞുപുതച്ച താഴ്വരകളിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളായിരുന്നു. സമയം രാത്രി 1 റേഡിയോയിൽ പഴയ ലതാ മങ്കേഷ്കർ പാട്ടുകൾ വളരെ മങ്ങിക്കേൾക്കാം. പുറത്ത് കനത്ത മൂടൽമഞ്ഞും കാടിന്റെ വന്യമായ നിശബ്ദതയും. വല്ലപ്പോഴും പാഞ്ഞുപോകുന്ന ചരക്കുലോറികൾ ഒഴിച്ചാൽ ആ പാത തികച്ചും വിജനമായിരുന്നു. പെട്ടെന്നാണ് വലിയൊരു കൊടുംവളവ് തിരിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റിന്റെ ശക്തമായ പ്രകാശവട്ടത്തിൽ റോഡരികിൽ ഒരു രൂപം നിൽക്കുന്നത് ആനന്ദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കടും ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരി ധരിച്ച ഒരു സ്ത്രീ. ആ പാതിരാത്രിയിൽ കൊടുംകാടിനുള്ളിലെ ആ വിജനമായ പാതയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ആനന്ദ് അമ്പരന്നുപോയി. അവളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന ആ പ്രദേശത്ത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് വിട്ടുപോകുന്നത് അപകടമാണെന്ന് കരുതി ആനന്ദ് പതുക്കെ ബ്രേക്ക് ചവിട്ടി. കാർ അവളുടെ തൊട്ടടുത്ത് ചെന്നു നിന്നു. "എന്തെങ്കിലും സഹായം വേണോ? ഈ സമയത്തിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല," ആനന്ദ് ഗ്ലാസ് താഴ്ത്തി ചോദിച്ചു. അവൾ പതുക്കെ തലയുയർത്തി. അതീവ സുന്ദരിയായ ഒരു മുഖം. പക്ഷേ ആ കണ്ണുകളിൽ ഒരുതരം മരവിപ്പ് അനുഭവപ്പെട്ടിരുന്നു. അവളുടെ ചർമ്മം വിളറി വെളുത്ത് ഏതാണ്ടൊരു വെളുത്ത കടലാസ് പോലെ തോന്നിപ്പിച്ചു. "എന്റെ വണ്ടി കുറച്ച് മുന്നിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഡ്രൈവർ സഹായം തേടിപ്പോയിട്ട് ഇതുവരെ വന്നില്ല. അടുത്തുള്ള ആ പഴയ പാലം വരെ എന്നെ ഒന്ന് വിടാമോ? അവിടെ എന്റെ ആളുകൾ കാണും," വളരെ ശാന്തമായ എന്നാൽ വായുവിൽ അലിഞ്ഞുചേരുന്നതുപോലെയുള്ള ഒരു സ്വരത്തിൽ അവൾ പറഞ്ഞു. ആനന്ദ് വാതിൽ തുറന്നുകൊടുത്തു. അവൾ കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. അവൾ കയറിയ ഉടൻ തന്നെ കാറിനുള്ളിലെ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു. AC ഓഫ് ചെയ്തിരുന്നിട്ടും സിദ്ധാർത്ഥിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അതോടൊപ്പം കനത്ത മുല്ലപ്പൂവിന്റെയും ഏതോ ശ്മശാനങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന പഴയ സുഗന്ധദ്രവ്യത്തിന്റെയും ഗന്ധം വണ്ടിക്കുള്ളിൽ പടർന്നു. ആനന്ദ് മുൻപിലെ മിററിലൂടെ റിയർവ്യൂ മിറർ ഇടയ്ക്കൊന്ന് അവളെ നോക്കി. അവൾ ഒരു പ്രതിമയെപ്പോലെ അനങ്ങാതെ പുറത്തെ കനത്ത ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും ഇമ വെട്ടുന്നത് അവൻ കണ്ടില്ല.
നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആനന്ദ് സംഭാഷണം തുടങ്ങാൻ ശ്രമിച്ചു. അവൾ മറുപടി നൽകിയില്ല. അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അല്പസമയത്തിനു ശേഷം അവൾ പതുക്കെ മന്ത്രിച്ചു. താഴെ നിന്ന്, അഗാധമായ താഴ്വരയിൽ നിന്ന്. അവളുടെ ശബ്ദത്തിന് ഒരു പ്രതിധ്വനി ഉണ്ടായിരുന്നു. ആനന്ദ് റേഡിയോയുടെ വോള്യം കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ റേഡിയോയിൽ നിന്ന് വെറും ഭീകരമായ കരച്ചിലുകളും നഖം കൊണ്ട് ചില്ലുകളിൽ പോറുന്നതുപോലെയുള്ള ശബ്ദങ്ങളും മാത്രമാണ് വന്നത്. അവൻ വേഗത്തിൽ റേഡിയോ ഓഫ് ചെയ്തു. യാത്ര തുടരുന്നതിനിടെ റോഡിനു നടുവിൽ പുകമഞ്ഞ് കനക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു, ആ മുന്നിൽ കാണുന്ന പഴയ പാലത്തിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അതാണെന്റെ വീട്. ആനന്ദ് നോക്കിയപ്പോൾ റോഡരികിൽ വീടുകളൊന്നുമില്ല. മറിച്ച് നൂറുകണക്കിന് അടി താഴ്ചയുള്ള ഒരു കൊക്കയും അതിനു കുറുകെ പായൽ പിടിച്ച ഒരു പഴയ കല്ലുപാലവും മാത്രം. ആനന്ദ് വണ്ടി പാലത്തിന് അരികിൽ നിർത്തി. അവൾ പതുക്കെ പുറത്തിറങ്ങി. മാന്യതയുടെ പേരിൽ അവൾക്ക് നേരെ ടോർച്ച് തെളിച്ച ആനന്ദ് കണ്ട കാഴ്ച അവന്റെ ബോധം മറയ്ക്കുന്നത്ര ഭീകരമായിരുന്നു. ആ സ്ത്രീയുടെ കാലുകൾ നിലത്ത് മുട്ടിയിരുന്നില്ല. അവൾ വായുവിൽ അല്പം ഉയർന്ന് ഒരു പുകച്ചുരുൾ പോലെ നിൽക്കുകയായിരുന്നു. അവൾ പതുക്കെ അവനെ നോക്കിത്തിരിഞ്ഞു. ടോർച്ച് വെളിച്ചത്തിൽ അവളുടെ മുഖം വികൃതമായി മാറുന്നത് അവൻ കണ്ടു. അവളുടെ കണ്ണുകളുണ്ടായിരുന്നിടത്ത് വെറും കറുത്ത കുഴികൾ മാത്രം. കവിളിലെ മാംസം ദ്രവിച്ചു തൂങ്ങി നിൽക്കുന്നു. അവൾ ഒരു ഭീകരമായ അട്ടഹാസത്തോടെ ആ പാലത്തിൽ നിന്ന് താഴെ കൊക്കയിലേക്ക് ചാടി. ഭയം കൊണ്ട് സിദ്ധാർത്ഥിന്റെ ശ്വാസം നിലച്ചു. അവൻ ആക്സിലറേറ്റർ ആഞ്ഞു ചവിട്ടി വണ്ടി മുന്നോട്ട് കുതിപ്പിച്ചു. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പിൻസീറ്റിൽ നിന്ന് ആരോ വിങ്ങിക്കരയുന്ന ശബ്ദം അവൻ കേട്ടു. കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ കണ്ടത് അതേ ചുവന്ന സാരി ധരിച്ച സ്ത്രീ പിൻസീറ്റിൽ വീണ്ടും ഇരിക്കുന്നതാണ്. അവളുടെ വസ്ത്രങ്ങൾ ഇപ്പോൾ നനഞ്ഞു കുതിർന്ന് അതിൽ നിന്ന് ചെളിവെള്ളം സീറ്റിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് അവന്റെ കഴുത്തിനു നേരെ ഐസ് പോലെ തണുത്ത കൈകൾ നീട്ടി. എനിക്ക് ഒറ്റയ്ക്കു പോകാൻ പേടിയാണ്. നീ കൂടെ വരില്ലേ? അവളുടെ തണുത്ത ശ്വാസം ആനന്ദിന്റെ ചെവിയിൽ തട്ടി. സിദ്ധാർത്ഥ് നിയന്ത്രണം വിട്ട് വണ്ടി വെട്ടിച്ചു. കാർ റോഡരികിലെ ഒരു വലിയ മരത്തിലേക്ക് ഇടിച്ചു കയറി. പുലർച്ചെ ആ വഴി വന്ന തോട്ടം തൊഴിലാളികളാണ് ആനന്ദിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കാറിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ബോധം തെളിഞ്ഞപ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പേടിയോടെ നാട്ടുകാരോട് വിവരിച്ചു. അത് കേട്ട മുതിർന്നവർ ഭീതിയോടെ പരസ്പരം നോക്കി. 10 വർഷം മുൻപ് ഇതേ ദിവസം ചുവന്ന സാരി ധരിച്ച ഒരു യുവതി തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു മടങ്ങുമ്പോൾ ആ പഴയ പാലത്തിൽ വെച്ച് കാർ അപകടത്തിൽപ്പെട്ട് കൊക്കയിലേക്ക് വീണു മരിച്ചിരുന്നു. അവളോടൊപ്പമുണ്ടായിരുന്ന വരനെ മാസങ്ങൾക്ക് ശേഷമാണ് താഴെ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അന്നു മുതൽ ആ പാലത്തിനടുത്തു നിന്ന് പാതിരാത്രികളിൽ ഒരു സ്ത്രീ ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. അവളെ വണ്ടിയിൽ കയറ്റുന്നവർ ഒന്നുകിൽ ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു മരിക്കും, അല്ലെങ്കിൽ പിന്നീട് ആരും കാണാത്ത വിധം അപ്രത്യക്ഷരാകും. ആനന്ദ് രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്നും അവൻ രാത്രിയായാൽ കാറിന്റെ പിൻസീറ്റിലേക്ക് നോക്കാറില്ല. കാറിന്റെ പിൻസീറ്റിലെ ആ പഴയ മുല്ലപ്പൂ മണം ഇപ്പോഴും അവനെ വിട്ടുപോയിട്ടില്ല. ചില രാത്രികളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്റെ തോളിൽ ആരുടെയോ തണുത്ത കൈകൾ സ്പർശിക്കുന്നത് അവൻ ഇപ്പോഴും അറിയാറുണ്ട്. കാട്ടുപാതയിലെ ചെക്ക് പോസ്റ്റും അദൃശ്യനായ ആ സഞ്ചാരിയും. ഭീതിയുടെ 30 രാത്രികൾ. വയനാടൻ കാടുകളുടെ അഗാധതയിൽ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ജനവാസമില്ലാത്ത ഒരു ഉൾക്കാടൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലായിരുന്നു രാഘവൻ പിള്ളയ്ക്ക് തന്റെ കരിയറിലെ അവസാനത്തെ നിയമനം ലഭിച്ചത്. 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ആനപ്പേടിയും കാട്ടുപോത്തിന്റെ ആക്രമണങ്ങളും ഒരുപാട് കണ്ടിട്ടുള്ള തഴക്കവും പഴക്കവുമുള്ള ഒരു ഫോറസ്റ്റ് വാച്ചറായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ വിരമിക്കാൻ കേവലം 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെയൊരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയതിൽ അദ്ദേഹത്തിന് വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ചാർജ് എടുത്ത ദിവസം അവിടുത്തെ പഴയ വാച്ച്മാൻ ശങ്കരൻ നൽകിയ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കരടായി ശേഷിച്ചു. രാഘവൻ പിള്ളെ, ഇത് വെറുമൊരു കാടല്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ചെക്ക് പോസ്റ്റ് മുറിക്ക് പുറത്തിറങ്ങരുത്. റോഡിന് കുറുകെയുള്ള ആ ഇരുമ്പ് കൈവരി താഴ്ത്തിയിട്ടാൽ പിന്നെ എന്ത് വലിയ വണ്ടി വന്നാലും ആര് വന്നു കെഞ്ചിയാലും നേരം വെളുക്കാതെ അത് തുറക്കരുത്. ഈ വഴിയിലൂടെ പാതിരാത്രിയിൽ പോകുന്നത് വണ്ടികൾ മാത്രമല്ല, വഴിതെറ്റിപ്പോയ ചില ആത്മാക്കൾ കൂടിയാണ്. അന്ന് രാഘവൻ പിള്ള ആ വാക്കുകളെ ഒരു വൃദ്ധന്റെ ഭാവനയായി കണ്ട് തള്ളിക്കളഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അതൊരു കറുത്തവാവ് രാത്രിയായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ കാടിനെ വിഴുങ്ങിക്കൊണ്ട് കനത്ത മഴ പെയ്തു. മഴ തോർന്നതോടെ അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടിക്കുന്ന വിധം കനത്ത മൂടൽമഞ്ഞ് പടർന്നു. ടോർച്ച് വെളിച്ചം പോലും 3 അടി മുന്നിലേക്ക് കടന്നു ചെല്ലാത്ത അത്രയും കനത്ത പുകമഞ്ഞ്. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ പോലും നിശ്ചലമായ കാടിനെ വിറപ്പിക്കുന്ന ഒരുതരം മൂകത ആ പ്രദേശത്തെ പൊതിഞ്ഞു. ചെക്ക് പോസ്റ്റിലെ ചെറിയ ഓടിട്ട മുറിയിൽ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഴയൊരു റേഡിയോയിൽ നിന്നുള്ള വാർത്തകൾ കേട്ടിരിക്കുകയായിരുന്നു രാഘവൻ പിള്ള. സമയം കൃത്യം അർദ്ധരാത്രി 12 മണിയായി. പെട്ടെന്നാണ് ദൂരെ എവിടെയോ ഒരു എഞ്ചിന്റെ ഗർജനം അദ്ദേഹം കേട്ടത്. കിലോമീറ്ററുകളോളം കാടിനുള്ളിലൂടെ ഒരു വാഹനം ഈ സമയത്ത് വരുന്നത് അസാധ്യമാണ്. കാരണം രാത്രിയാത്ര ആ വഴിയിൽ കർശനമായി നിരോധിച്ചതാണ്. മാത്രമല്ല, വഴിയിൽ മറ്റു 3 ചെക്ക് പോസ്റ്റുകൾ കൂടി കടന്നു വേണം ഇവിടെ എത്താൻ. അവയൊന്നും കടന്നു ഒരു വണ്ടി ഈ സമയത്തെത്താൻ ഒരു വഴിയുമില്ല.
രാഘവൻ പിള്ള ടോർച്ചും ലാത്തിയുമായി പുറത്തിറങ്ങി. മഞ്ഞിന്റെ വെളുത്ത പുകപടലങ്ങൾക്കിടയിലൂടെ 2 മങ്ങിയ മഞ്ഞ വെളിച്ചങ്ങൾ അടുത്തുവരുന്നത് അദ്ദേഹം കണ്ടു. അതൊരു പഴയ മോഡൽ കറുത്ത അംബാസഡർ കാറായിരുന്നു. ചെക്ക് പോസ്റ്റിന്റെ കൈവരിക്ക് തൊട്ടുമുൻപിൽ വന്ന് ആ വണ്ടി നിന്നു. വണ്ടിയുടെ എഞ്ചിൻ ഓഫായിരുന്നില്ല, മറിച്ച് ഒരുതരം ഇരമ്പൽ ശബ്ദം അതിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആ ശബ്ദം ഒരു യന്ത്രത്തിന്റേതല്ല, മറിച്ച് ആരോ അമർത്തി ശ്വാസം വിടുന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. രാഘവൻ കാറിനടുത്തേക്ക് നടന്നു. കാറിന്റെ ഗ്ലാസുകളെല്ലാം കറുത്ത ഫിലിം ഒട്ടിച്ചതായിരുന്നു. ഉള്ളിൽ എന്താണെന്ന് ഒട്ടും കാണാൻ കഴിയില്ല. അദ്ദേഹം ഡ്രൈവർ സീറ്റിന്റെ വശത്തെ ഗ്ലാസിൽ ലാത്തികൊണ്ട് പതുക്കെ തട്ടി. ആരാണ് ഈ സമയത്ത്? വണ്ടി ഇവിടുന്ന് മാറ്റൂ. രാവിലെ 6 മണിക്ക് മുൻപ് കടത്തിവിടാൻ കഴിയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, കാറിനുള്ളിൽ നിന്ന് ആരും പ്രവർത്തിപ്പിക്കാതെ തന്നെ ഗ്ലാസ് പതുക്കെ താഴേക്ക് നീങ്ങി. രാഘവൻ പിള്ള ടോർച്ച് വെളിച്ചം ഉള്ളിലേക്ക് തെളിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. കാറിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സീറ്റ് ശൂന്യമായിരുന്നു. പക്ഷേ സ്റ്റിയറിംഗ് വീൽ ആരോ പിടിച്ചു തിരിക്കുന്നതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. ഭയന്നുപോയ അദ്ദേഹം പിന്നോട്ടു മാറിയപ്പോൾ കാറിനുള്ളിൽ നിന്ന് കനത്ത പുകയിലയുടെ മണവും ഏതോ പഴകിയ ശവപുഷ്പങ്ങളുടെ ഗന്ധവും പുറത്തേക്കിരച്ചുവന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കാറിന്റെ പിൻസീറ്റിലെ വാതിൽ തനിയെ തുറന്നു. ഉള്ളിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുന്നത് രാഘവന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കാറിന് താഴെയുള്ള നനഞ്ഞ ചെളിമണ്ണിൽ പുതിയ കാൽപ്പാടുകൾ ഒന്നൊന്നായി പതിയുന്നത് അദ്ദേഹം വ്യക്തമായി കണ്ടു. ആരോ ഒരാൾ കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന് നേരെ നടന്നുവരികയാണ്. ആ അദൃശ്യരൂപം ഓരോ ചുവടായി രാഘവൻ പിള്ളയ്ക്ക് നേരെ അടുത്തുവന്നു. അന്തരീക്ഷത്തിലെ താപനില പെട്ടെന്ന് 0 ഡിഗ്രിയിലെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ചുറ്റുമുള്ള മഞ്ഞ് ഒരു മനുഷ്യരൂപം കൈക്കൊള്ളുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. തണുത്ത ഒരു കൈ തന്റെ തോളിൽ അമരുന്നതായും ചെവിക്ക് തൊട്ടടുത്ത് ഒരു തണുത്ത ശ്വാസം തട്ടുന്നതായും അദ്ദേഹം അറിഞ്ഞു. ഗേറ്റ് തുറക്കൂ രാഘവ, എനിക്ക് സമയമായി. എന്നെ കാത്ത് അവർ അവിടെ താഴ്വരയിൽ നിൽക്കുന്നുണ്ട്. തടയരുത്. മനുഷ്യസഹജമല്ലാത്ത ഒരു നേർത്ത ശബ്ദം അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങി. പേടിച്ച് വിറച്ച കൈകളോടെ രാഘവൻ പിള്ള എങ്ങനെയോ ചെക്ക് പോസ്റ്റിന്റെ കൈവരി ഉയർത്തി. ആ അംബാസഡർ കാർ വലിയൊരു ശബ്ദത്തോടെ മുന്നോട്ട് നീങ്ങി കാടിന്റെ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയി. വണ്ടി പോയതിനുശേഷവും ആ ചെളിയിൽ പതിഞ്ഞ കാൽപ്പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്റെ സഹപ്രവർത്തകൻ ശങ്കരൻ എത്തിയപ്പോഴാണ് രാഘവൻ പിള്ള വിറയ്ക്കുന്ന സ്വരത്തിൽ ഈ വിവരം പറയുന്നത്. അപ്പോഴാണ് ആ ചെക്ക് പോസ്റ്റിന്റെ ക്രൂരമായ ചരിത്രം ശങ്കരൻ വെളിപ്പെടുത്തിയത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഇതേ രാത്രിയിൽ ഒരു വിദേശ സഞ്ചാരി തന്റെ ഗർഭിണിയായ ഭാര്യയുമായി ആ വഴി വന്നിരുന്നു. പ്രസവവേദന കൊണ്ട് പുളയുന്ന ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിലെത്താൻ അദ്ദേഹം ഗേറ്റ് തുറക്കാൻ അവിടെയുണ്ടായിരുന്ന വാച്ച്മാനോട് അപേക്ഷിച്ചു. എന്നാൽ അന്നത്തെ വാച്ച്മാൻ മദ്യലഹരിയിൽ ഉറങ്ങിപ്പോയതിനാൽ ഗേറ്റ് തുറക്കാൻ വൈകി. ആശുപത്രിയിലെത്താൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ആ യുവതിയും കുഞ്ഞും കാറിനുള്ളിൽ വെച്ച് മരിച്ചു. തന്റെ കുടുംബം നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ആ വിദേശി തന്റെ കറുത്ത അംബാസഡർ കാറുമായി അടുത്തുള്ള വലിയ മലയിടുക്കിലേക്ക് ഓടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്തു. അന്നത്തെ ആ രാത്രിക്ക് ശേഷം ഓരോ കറുത്തവാവ് രാത്രിയിലും ആ അദൃശ്യസഞ്ചാരി തന്റെ കുടുംബത്തെ തിരഞ്ഞ് ഈ ചെക്ക് പോസ്റ്റ് കടന്നുപോകാറുണ്ടത്രേ. ആ അനുഭവം രാഘവൻ പിള്ളയെ മാനസികമായി പൂർണ്ണമായും തകർത്തു. അന്ന് രാത്രി അദ്ദേഹം കണ്ട കാൽപ്പാടുകൾ അസ്ഥികൂടത്തിന്റേതുപോലെ വിചിത്രമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ആരോടോ പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും പിന്നീട് ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കുകയും ചെയ്തു. ഇന്നും മഴയുള്ള രാത്രികളിൽ തന്റെ വീടിന് പുറത്ത് ഒരു അംബാസഡർ കാറിന്റെ എഞ്ചിൻ ഇരമ്പുന്ന ശബ്ദം കേൾക്കുമ്പോൾ രാഘവൻ പിള്ള ഭയത്തോടെ പുതപ്പിനുള്ളിൽ ഒളിക്കാറുണ്ട്. ആ ചെക്ക് പോസ്റ്റ് ഇന്നും അവിടെയുണ്ട്. പക്ഷേ രാത്രിയായാൽ അവിടെ ഒരു വാച്ച്മാനും ഡ്യൂട്ടിക്ക് നിൽക്കാൻ തയ്യാറാകാറില്ല. നിശബ്ദമായ പാതയിലെ അവസാനത്തെ ട്രെയിനും മരണത്തിന്റെ ചൂളം വിളിയും. പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വിജനമായ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അവസാനത്തെ ലോക്കൽ ട്രെയിനിനായി കാത്തിരിക്കുമ്പോൾ മാധവന്റെ മനസ്സ് അകാരണമായ ഭയത്താൽ നീറുന്നുണ്ടായിരുന്നു. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരുന്നു. പ്ലാറ്റ്ഫോമിലെ മഞ്ഞുവെളിച്ചം വിതറുന്ന വിളക്കുകൾക്ക് താഴെ പാറ്റകളും ഈച്ചകളും വട്ടം ചുറ്റുന്നു. സ്റ്റേഷനിൽ അനൗൺസ്മെന്റുകളോ യാത്രക്കാരുടെ തിരക്കോ ഉണ്ടായിരുന്നില്ല. റെയിൽവേ പാളങ്ങൾക്കിടയിലെ ചരൽക്കല്ലുകൾക്ക് മുകളിലൂടെ കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ചൂളംവിളി മാത്രം അവിടെ അവശേഷിച്ചു. ദൂരെ ഇരുട്ടിൽ നിന്ന് ഒരു ദീർഘമായ ദീനമായ ചൂളംവിളിയോടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് അടുത്തുവന്നു. പഴയ കോച്ചുകൾ, മങ്ങിയ വെളിച്ചം, തുരുമ്പിച്ച ചക്രങ്ങളുടെ കരച്ചിൽ. ട്രെയിൻ നിശ്ചലമായപ്പോൾ മാധവൻ ഏറ്റവും പിന്നിലെ ജനറൽ കോച്ചിലേക്ക് കയറി. ആ കോച്ചിൽ മറ്റാരുമുണ്ടായിരുന്നില്ല. മങ്ങിയ മഞ്ഞ വെളിച്ചം നൽകുന്ന ബൾബുകൾ ഇടയ്ക്കിടെ മിന്നിത്തുടങ്ങുന്നുണ്ടായിരുന്നു. തുരുമ്പിച്ച ഫാനുകൾ കറങ്ങുമ്പോൾ ഭീകരമായ ശബ്ദമുണ്ടാക്കുന്നു. മാധവൻ ഒരു ജനാലയ്ക്കിലിരുന്നു. ട്രെയിൻ പതുക്കെ നീങ്ങിത്തുടങ്ങി. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം മുഖത്തിന്റെ പ്രതിബിംബം മാത്രം ഗ്ലാസിൽ തെളിഞ്ഞു കണ്ടു. അടുത്ത സ്റ്റേഷനുകൾ ഓരോന്നായി പിന്നിടുമ്പോഴും പുറത്ത് കനത്ത മഞ്ഞും ഇരുട്ടും മാത്രം. ആരും തന്നെ ആ കോച്ചിലേക്ക് കയറിയില്ല. ഓരോ നിമിഷവും ട്രെയിനിന്റെ വേഗത കൂടുന്തോറും കോച്ചിനുള്ളിലെ തണുപ്പും കൂടി വന്നു.
പെട്ടെന്നാണ് ട്രെയിൻ വിജനമായ ഒരു കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കോച്ചിന്റെ മറുഭാഗത്തെ വാതിൽ വൻ ശബ്ദത്തോടെ തുറന്നത്. കാറ്റിൽ വാതിൽ ആഞ്ഞടിക്കുന്നതുപോലെ തോന്നി. മാധവൻ പതുക്കെ തിരിഞ്ഞുനോക്കി. കോച്ചിന്റെ ഏറ്റവും അറ്റത്തെ സീറ്റിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവൾ എപ്പോഴാണ് അവിടെ കയറിയതെന്ന് മാധവൻ അറിഞ്ഞില്ല. ട്രെയിൻ എവിടെയും നിർത്തിയിരുന്നില്ല. അവൾ തല കുനിച്ചിരിക്കുകയായിരുന്നു. മുഖം നീളമുള്ള മുടികൊണ്ട് പൂർണ്ണമായും മറഞ്ഞിരുന്നു. വണ്ടി ഒരു വലിയ പുഴയ്ക്ക് മുകളിലെ പാലത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് കോച്ചിലെ ലൈറ്റുകൾ അണഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ലൈറ്റുകൾ വീണ്ടും മിന്നി. മാധവൻ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി ഇപ്പോൾ ഇരിക്കുന്നത് 2 വരികൾ മുന്നിലെ സീറ്റിലാണ്. ഓരോ തവണ വെളിച്ചമണയുമ്പോഴും അവൾ കൂടുതൽ തന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ട്രെയിനിന്റെ താളം ഇപ്പോൾ ഒരു മരണപ്പാച്ചിൽ പോലെ മാധവന് അനുഭവപ്പെട്ടു. ഭയം കൊണ്ട് അവന്റെ ശരീരം മരവിച്ചു. അവൻ എഴുന്നേറ്റ് അടുത്ത കോച്ചിലേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും 2 കോച്ചുകൾക്കിടയിലെ വാതിൽ ആരോ പുറത്തുനിന്ന് പൂട്ടിയതുപോലെ അനങ്ങുന്നില്ലായിരുന്നു. പുറത്ത് പുഴയുടെ ഇരമ്പൽ മാത്രം. വെളിച്ചം പൂർണ്ണമായും അണഞ്ഞു. നിശബ്ദതയിൽ അവളുടെ പാദസരങ്ങളുടെ അതിവേഗത്തിലുള്ള കിലുക്കം മാത്രം കേൾക്കാം. അത് തറയിലൂടെ ഇഴയുന്ന ശബ്ദം പോലെ തോന്നിപ്പിച്ചു. മാധവൻ പേടിച്ച് വിറച്ച് സീറ്റിൽ ചുരുണ്ടുകൂടി കണ്ണുകൾ മുറുക്കി അടച്ചു. പെട്ടെന്ന് അവന്റെ ചെവിക്ക് തൊട്ടടുത്ത് ഒരു തണുത്ത ശ്വാസം തട്ടി. എന്റെ ടിക്കറ്റ് കൂടി ഒന്ന് നോക്കാമോ? എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ ഇറങ്ങേണ്ട സ്റ്റേഷൻ കഴിഞ്ഞു എന്നൊരു നേർത്ത വിറയ്ക്കുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ പതുക്കെ കണ്ണു തുറന്നു. അവന്റെ തൊട്ടടുത്ത സീറ്റിൽ ആ പെൺകുട്ടിയിരിക്കുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അതിന് ചളിമണ്ണിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും മണമായിരുന്നു. അവൾ സാവധാനം മുഖമുയർത്തി. അവൾക്ക് മുഖമുണ്ടായിരുന്നില്ല. വെറും മാംസം ഉരുകിപ്പോയ ഒരു തലയോട്ടി പോലെ തോന്നിപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ കൃഷ്ണമണികൾ ഉണ്ടായിരുന്നില്ല. പകരം ആഴമേറിയ 2 കറുത്ത കുഴികൾ മാത്രം. വാ, നമുക്ക് ഒന്നിച്ചിറങ്ങാം. അവൾ തന്റെ ഐസുപോലെ തണുത്ത കൈകൾ മാധവന്റെ കൈത്തണ്ടയിൽ മുറുക്കി. അവളുടെ നഖങ്ങൾ മാധവന്റെ ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഭയന്നുപോയ മാധവൻ അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ ഒന്ന് വേഗത കുറച്ചപ്പോൾ തന്റെ സർവ്വശക്തിയുമെടുത്ത് വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടി. കൈമുട്ടിലും കാലിലും പരിക്കേറ്റ് അവൻ ട്രാക്കിനരികിലേക്ക് തെറിച്ചു വീണു. പ്ലാറ്റ്ഫോമിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ തിരിഞ്ഞു നോക്കാതെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് ഓടിക്കയറി. അവിടെയുണ്ടായിരുന്ന വൃദ്ധനായ സ്റ്റേഷൻ മാസ്റ്റർ മാധവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. മാധവന്റെ കൈത്തണ്ടയിൽ നീലിച്ച കൈപ്പത്തിയുടെ അടയാളം തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മാധവൻ നടന്ന കാര്യങ്ങൾ വിവരിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നെടുവീർപ്പിട്ടു. മോനെ, 10 വർഷം മുൻപ് ഇതേ ട്രെയിനിൽ നിന്ന് തന്റെ കാമുകനെ തിരഞ്ഞുവന്ന ഒരു പെൺകുട്ടി പാലത്തിന് മുകളിൽ വെച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീണു മരിച്ചിരുന്നു. അവളുടെ ശരീരം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അന്നുമുതൽ ആ ലോക്കൽ ട്രെയിനിലെ അവസാന കോച്ചിൽ അവൾ യാത്രക്കാരെ തിരഞ്ഞുവരാറുണ്ട്. നീ ഭാഗ്യവാനാണ്. അവളുടെ കൂടെ ആ പുഴയിലേക്ക് നീ പോയില്ലല്ലോ. പക്ഷേ സൂക്ഷിക്കണം, അവൾ ഒരാളെ സ്പർശിച്ചാൽ പിന്നെ അവരെ വിടാറില്ല. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയ ആ ട്രെയിനിന്റെ അവസാന കോച്ചിലേക്ക് നോക്കി. ആ കോച്ചിലെ ആ പെൺകുട്ടി ഇപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ ഇരുട്ടിലേക്ക് മറയുന്നതുവരെ അവൾ മാധവനെ നോക്കി കൈവീശിക്കൊണ്ടിരുന്നു. അവളുടെ ആ ചിരി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നതുപോലെ അവന് തോന്നി. നേരം വെളുത്തിട്ടും മാധവന്റെ ഷർട്ടിലെ ആ തണുത്ത കൈപ്പത്തിയുടെ നനഞ്ഞ അടയാളം മാഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ രാത്രിയിലും ട്രെയിനിന്റെ ചൂളംവിളി കേൾക്കുമ്പോൾ മാധവൻ തന്റെ കൈത്തണ്ടയിലെ ആ നീലിച്ച അടയാളം നോക്കി വിറയ്ക്കും. കാരണം ചിലപ്പോൾ ജനാലയ്ക്കൽ ആരെങ്കിലും തട്ടുന്ന ശബ്ദം അവൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. മഴയുള്ള രാത്രിയും മരിച്ച ഫോണിന്റെ നിഗൂഢതയും. പുറത്ത് പേമാരി തകർത്തു പെയ്യുകയായിരുന്നു. ഇടതടവില്ലാതെ മുഴങ്ങുന്ന ഇടിമിന്നലിന്റെ വെളിച്ചം ഓരോ നിമിഷവും ആ പഴയ തറവാട് വീടിന്റെ ഇടനാഴികളിലേക്ക് ഭീകരമായ നിഴലുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് തന്റെ കുടുംബ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ തനിച്ചായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ജോലി സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി മഴ ആസ്വദിച്ചുകൊണ്ട് കുറച്ചു ദിവസം സ്വസ്ഥമായിരിക്കാനാണ് അവൻ നാട്ടിലെത്തിയത്. എന്നാൽ പ്രകൃതിയുടെ ഭാവം അത്ര ശാന്തമായിരുന്നില്ല. പെട്ടെന്നാണ് കാതടപ്പിക്കുന്ന ഒരു ഇടിയോടെ നാട്ടിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചത്. വീടാകെ കനത്ത ഇരുട്ടിൽ മുങ്ങി. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ടോർച്ച് തെളിക്കാൻ ശ്രമിച്ചു. പക്ഷേ തൊട്ടുമുൻപ് വരെ 80% ചാർജ് ഉണ്ടായിരുന്ന ഫോൺ പൂർണ്ണമായും ഓഫായിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അത് ഓണാകുന്നില്ല. ഇതെന്തുപറ്റി? ബ്രാൻഡ് ന്യൂ ഫോണാണല്ലോ. അവൻ അല്പം ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ജനാലയ്ക്കൽ കാറ്റും മഴത്തുള്ളികളും ശക്തിയായി അടിക്കുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ബെഡിൽ ചത്തുകിടന്ന ഫോൺ തനിയെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. പ്രവർത്തിക്കാത്ത ഫോണിന്റെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു മങ്ങിയ നീല വെളിച്ചം തെളിയുന്നു. അവൻ ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിൽ നമ്പറോ പേരോ കാണിക്കുന്നില്ല. പകരം അൺനോൺ എന്നൊരു സന്ദേശം മാത്രം ചുവന്ന നിറത്തിൽ മിന്നിമറയുന്നു. അവൻ വിറയ്ക്കുന്ന വിരലുകളോടെ കോൾ അറ്റൻഡ് ചെയ്തു. മറുപുറത്തുനിന്ന് കനത്ത ശ്വാസമെടുക്കുന്ന ശബ്ദം മാത്രം. ഹലോ, ആരാണ്? സിദ്ധാർത്ഥ് ശബ്ദമുയർത്തി ചോദിച്ചു. മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഫോണിലൂടെ കേൾക്കുന്ന മഴയുടെയും കാറ്റിന്റെയും ശബ്ദം തന്റെ മുറിക്കുള്ളിലെ മഴയുടെ ശബ്ദവുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ടെന്ന് അവൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. കാറ്റിൽ ജനാലപ്പാളികൾ ആടുന്ന അതേ താളത്തിലാണ് ഫോണിനുള്ളിലും ശബ്ദം കേൾക്കുന്നത്. അതായത് വിളിക്കുന്ന ആൾ തന്റെ വീടിന് തൊട്ടടുത്ത്, ഒരുപക്ഷെ തന്റെ മുറിക്ക് തൊട്ടുപുറത്ത് എവിടെയോ ഉണ്ട്. പെട്ടെന്ന് ഫോൺ കട്ടായി. സ്ക്രീൻ വീണ്ടും ഇരുണ്ടു. ആ നിമിഷം താഴത്തെ നിലയിലെ വലിയ തടിവാതിലിൽ ആരോ ആഞ്ഞുമുട്ടുന്ന ശബ്ദം കേട്ടു. ധും ധും ധും. ഓരോ മുട്ടലിലും വീടിന്റെ തറ കുലുങ്ങുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പേടിച്ചു വിറച്ച് മുറിക്ക് പുറത്തിറങ്ങി ഗോവണിപ്പടിക്ക് അരികിലേക്ക് ചെന്നു. ടോർച്ചില്ലാത്തതിനാൽ മിന്നൽ വെളിച്ചത്തിൽ അവൻ താഴേക്ക് നോക്കി. താഴെ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറുന്നുണ്ട്. അവൻ പേടിയോടെ താഴേക്ക് നടന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ നനഞ്ഞ കാൽപ്പാടുകൾ തറയിൽ തെളിഞ്ഞു നിൽക്കുന്നത് മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു. ആ കാൽപ്പാടുകൾ ഗോവണിപ്പടി കയറി മുകളിലേക്ക് അവന്റെ മുറിക്ക് നേരെയാണ് പോകുന്നത്. ഭ്രാന്തമായ വേഗത്തിൽ അവൻ മുകളിലേക്ക് ഓട്ടി തന്റെ മുറിയിൽ കയറി വാതിലകത്തുനിന്ന് കുറ്റിയിട്ടു. അപ്പോൾ അവന്റെ ഫോൺ വീണ്ടും ബെഡിൽ കിടന്ന് പ്രകാശിച്ചു. ഇത്തവണ സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നു. വാതിൽ തുറക്കൂ സിദ്ധാർത്ഥ്. പുറത്ത് നല്ല തണുപ്പാണ്. എനിക്ക് അകത്തേക്ക് വരണം. അവൻ ഫോൺ തറയിലേക്കെറിഞ്ഞു. ആ ഫോൺ തറയിൽ വീണ് ചില്ലുകൾ ചിതറി. എങ്കിലും ആ തകർന്ന സ്ക്രീനിൽ നിന്ന് ആ സന്ദേശം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. മുറിയുടെ വാതിലിന് താഴെയായി നനഞ്ഞ ചെളിവെള്ളം അകത്തേക്ക് ഒഴുകി വരുന്നത് അവൻ കണ്ടു. വാതിലിന് മറുപുറത്തുനിന്ന് ആരോ പതുക്കെ മന്ത്രിച്ചു. നിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്നത് നീ അറിയുന്നുണ്ടല്ലോ. ഞാൻ നിന്റെ തൊട്ടുപിന്നിലുണ്ട്. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. മുറിയിലെ വലിയ നിലക്കണ്ണാടിയിൽ മിന്നൽ വെളിച്ചം തട്ടിയപ്പോൾ അവൻ കണ്ടത് തന്റെ പ്രതിബിംബമല്ല. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി മുഖമില്ലാത്ത ഒരു രൂപം അവന്റെ തൊട്ടുപിന്നിൽ നിന്ന് ഫോൺ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ആ രൂപത്തിന്റെ കയ്യിലുള്ള ഫോണിന്റെ സ്ക്രീനിൽ സിദ്ധാർത്ഥിന്റെ ഭയന്ന മുഖം തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ മഴ തോർന്നപ്പോൾ അയൽവാസികൾ കണ്ടത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ജനാലകൾ തകർന്നു കിടക്കുന്നതാണ്. സിദ്ധാർത്ഥിനെ അവിടെ എങ്ങും കണ്ടില്ല. തറയിൽ തകർന്നു കിടന്ന അവന്റെ ഫോണിന്റെ സ്ക്രീൻ മായാതെ തെളിഞ്ഞു നിന്നു. അതിൽ അവസാനമായി വന്ന മെസ്സേജ് ഇതായിരുന്നു: ഡെസ്റ്റിനേഷൻ റീച്ച്ഡ്. ആ ഫോണിൽ സിദ്ധാർത്ഥ് ഭയന്ന് കരയുന്ന ഒരു സെൽഫി ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിത്രം എടുത്തത് അവനായിരുന്നില്ല. അവന്റെ പിന്നിൽ നിന്നിരുന്ന ആ രൂപമായിരുന്നു. ഇന്നും മഴയുള്ള രാത്രികളിൽ ആ തറവാട് വീടിന് മുന്നിലൂടെ പോകുന്നവരുടെ ഫോണുകൾ തനിയെ സ്വിച്ച് ഓഫ് ആകാറുണ്ടത്രേ. അടച്ചുപൂട്ടിയ മുറിയിലെ അദൃശ്യനായ പ്രതിയും നിയമവ്യവസ്ഥയെ തോൽപ്പിച്ച നിഗൂഢതയും. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലെ ഉൾവനത്തോട് ചേർന്ന് കിടക്കുന്ന വിജനമായ ഒരു പുരാതന തറവാട്ടിൽ നിന്ന് യുവ എഴുത്തുകാരനായ സിദ്ധാർത്ഥ് അപ്രത്യക്ഷനായ സംഭവം കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതവും വിശദീകരിക്കാനാകാത്തതുമായ ഒരു അധ്യായമാണ്. മാസങ്ങളോളം നീണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലുകൾക്കും ഒടുവിലും ഒരു തരിമ്പ് പോലും തെളിവ് കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് അസാധാരണ സാഹചര്യത്തിലെ തിരോധാനമെന്ന മുദ്രകുത്തി ഈ കേസ് ഫയലുകൾ പോലീസ് അവസാനിപ്പിക്കുകയായിരുന്നു. സംഭവ ദിവസം ആ പ്രദേശം ഭയാനകമായ ഒരു ഉരുൾപൊട്ടലിനും കനത്ത പേമാരിക്കും സാക്ഷ്യം വഹിച്ചിരുന്നു. സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന വീടിന്റെ പ്രധാന വാതിലും ജനാലകളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും അകത്തുനിന്ന് വലിയ ഇരുമ്പ് ഓടാമ്പലുകൾ ഉപയോഗിച്ച് പൂട്ടിയ നിലയിലായിരുന്നു. വീട് തകർക്കാതെ ഒരു മനുഷ്യന് പുറത്തുപോകാനോ അകത്തു കടക്കാനോ അസാധ്യമായ സാഹചര്യത്തിലും സിദ്ധാർത്ഥ് ആ മുറിക്കുള്ളിൽ നിന്ന് വായുവിൽ അലിഞ്ഞുപോയതുപോലെ കാണാതായി. പോലീസ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ ഡയറിയിലെ അവസാന വരികൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. പുറത്തു പെയ്യുന്ന മഴയുടെ നിഴലുകൾക്കിടയിൽ ജനാലയ്ക്കൽ നിശബ്ദനായി നിൽക്കുന്ന ആ രൂപത്തിന് എന്റെ തന്നെ മുഖമാണ്. അവൻ എന്റെ ഓരോ ചലനങ്ങളെയും അനുകരിക്കുന്നു. ഒടുവിൽ അവൻ എന്നെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് ചുവരുകൾക്കിടയിലേക്ക് നടന്നു നീങ്ങുന്നു. ഇതിലും വിചിത്രമായ കണ്ടെത്തൽ സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സൈബർ സെല്ലിന് ലഭിച്ചത്. കാണാതാകുന്നതിന് തൊട്ടുമുൻപുള്ള അർദ്ധരാത്രിയിൽ സിദ്ധാർത്ഥിന്റെ സ്വന്തം നമ്പറിൽ നിന്ന് അവനിലേക്ക് തന്നെ 12ഓളം കോളുകൾ വരികയും അവയെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം ഫോണിൽ നിന്ന് തന്നെ തനിക്ക് കോൾ വരികയും അത് മറ്റൊരാൾ സംസാരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നത് പോലീസിന് വിശദീകരിക്കാനായില്ല. ഫോണിലെ ഓട്ടോമാറ്റിക് വോയിസ് റെക്കോർഡറിൽ അവശേഷിച്ച അവസാന സംഭാഷണത്തിൽ സിദ്ധാർത്ഥിന്റെ ഭയന്ന സ്വരത്തിലുള്ള നിലവിളി കേൾക്കാമായിരുന്നു. അവൻ വാതിലിലൂടെയല്ല വരുന്നത്. അവനിതാ ചുവരുകൾക്കിടയിലൂടെയും തറയുടെ വിള്ളലുകളിലൂടെയും എന്റെ അടുത്തേക്ക് വരുന്നു. മുറിയുടെ തറയിൽ കവാടത്തിൽ നിന്ന് തുടങ്ങി മുറിയുടെ കൃത്യം നടുവിലെത്തുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന നനഞ്ഞ ചെളിക്കാലടികളും സിദ്ധാർത്ഥിന്റെ വസ്ത്രങ്ങൾ യാതൊരു ചുളിവുകളുമില്ലാതെ കട്ടിലിൽ മടക്കിവെച്ചിരുന്നതും അന്വേഷണത്തെ കൂടുതൽ കുഴപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ വിരലടയാളങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യവും ആ മുറിയിലുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് അദൃശ്യനായി മാറുന്നത് ശാസ്ത്രത്തിന് നിരക്കാത്ത കാര്യമായതിനാൽ പോലീസ് ഈ കേസിനെ ഒരു കൊലപാതകമായോ തട്ടിക്കൊണ്ടുപോകലായോ ആദ്യം പരിഗണിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല.
വർഷങ്ങൾക്കിപ്പുറവും ആ തറവാട് ഇന്നും ഒരു പേടി സ്വപ്നമായി അവിടെ നിലകൊള്ളുന്നു. നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്നും കനത്ത മഴയുള്ള രാത്രികളിൽ ആ തറവാടിനുള്ളിൽ നിന്ന് ടൈപ്പ് റൈറ്ററിന്റെ വേഗതയിലുള്ള ശബ്ദവും സിദ്ധാർത്ഥിന്റെ ദീനമായ കരച്ചിലും കേൾക്കാമെന്നാണ്. നിയമവ്യവസ്ഥ പരാജയം സമ്മതിച്ച് മടങ്ങിയ ആ ഫയൽ ഇന്നും പോലീസ് റെക്കോർഡുകളിൽ ഒരു തുറക്കാത്ത രഹസ്യമായി അവശേഷിക്കുന്നു. സീറ്റിലെ അദൃശ്യനായ ആ യാത്രക്കാരനും കാലം തെറ്റിയ ആ യാത്രയും. കേരള തമിഴ്നാട് അതിർത്തിയിലെ വാളയാർ കാടുകൾ കടന്നുപോകുന്ന പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയ്ക്ക് രാത്രികാലങ്ങളിൽ ഒരു പ്രത്യേക ഭാവമാണ്. വിജനമായ റോഡും ഇരുവശത്തും ആകാശമുയർന്നു നിൽക്കുന്ന കരിമ്പനകളും കാറ്റിലുലയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഏതൊരു ഡ്രൈവറുടെയും ഉള്ളിൽ ചെറിയൊരു ഭയം ജനിപ്പിക്കും. ടാക്സി ഡ്രൈവറായ ഇസ്മായിൽ 10 വർഷത്തിലേറെയായി ഈ പാതയിലെ സ്ഥിരം സഞ്ചാരിയാണ്. എന്നാൽ ആ കർക്കടക മാസത്തിലെ ഒരു ചൊവ്വാഴ്ച രാത്രി അവനെ കാത്തിരുന്നത് ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരനുഭവമായിരുന്നു. സമയം പുലർച്ചെ 2 മണിയോടടുക്കുന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ലോഡ് ഇറക്കി തന്റെ പഴയ അംബാസഡർ ടാക്സിയുമായി പാലക്കാടേക്ക് തിരികെ വരികയായിരുന്നു ഇസ്മായിൽ. കനത്ത മഴ പെയ്തു തോർന്നതിന് പിന്നാലെ പാതയെ കനത്ത മൂടൽമഞ്ഞ് മൂടിയിരുന്നു. ടോർച്ച് വെളിച്ചം പോലെ മങ്ങിയ ഹെഡ്ലൈറ്റുകൾ മഞ്ഞിനെ കീറിമുറിച്ച് മുന്നോട്ട് നീങ്ങുന്നു. വാളയാർ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മങ്ങിയ ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഒരാൾ കൈ കാണിക്കുന്നത് ഇസ്മായിൽ കണ്ടു. കറുത്ത കോട്ടും പാന്റും ധരിച്ച, കയ്യിൽ പഴക്കം ചെന്ന ഒരു തുകൽ ബാഗ് പിടിച്ച ഒരു മധ്യവയസ്കൻ. ഈ അസമയത്ത് ഇവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ട് ആദ്യമൊന്ന് മടിച്ചെങ്കിലും സഹതാപം തോന്നി ഇസ്മായിൽ വണ്ടി നിർത്തി. പാലക്കാട് ടൗൺ വരെ ഒന്ന് പോകണം, വളരെ ശാന്തമായ എന്നാൽ തണുപ്പുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ഇസ്മായിൽ വാതിൽ തുറന്നുകൊടുത്തു. അയാൾ വണ്ടിയുടെ പിൻസീറ്റിൽ കയറിയിരുന്നു. വണ്ടി നീങ്ങിത്തുടങ്ങിയപ്പോൾ ഇസ്മായിൽ റിയർ വ്യൂ മിറർ അയാളെ ശ്രദ്ധിച്ചു. അയാളുടെ മുഖം ഇരുട്ടിൽ പകുതിയും മുടികൊണ്ട് മറഞ്ഞിരുന്നു. അയാൾ സീറ്റിലിരിക്കുന്നത് പോലെയല്ല, മറിച്ച് സീറ്റിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെയുണ്ട്. ഈ സമയത്ത് ഇവിടെ വണ്ടിയൊന്നും കിട്ടില്ലല്ലോ സാറേ, ഭാഗ്യത്തിന് ഞാൻ ഈ വഴി വന്നത്. എവിടെയാ വീട്? ഇസ്മായിൽ ഒരു സംഭാഷണത്തിന് തുടക്കമിട്ടു. പക്ഷേ മറുപടി ഉണ്ടായിരുന്നില്ല. മറിച്ച് വണ്ടിക്കുള്ളിൽ ഒരുതരം മരവിപ്പിക്കുന്ന തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. പുറത്തെ തണുപ്പിനേക്കാൾ ഭീകരമായ എന്തോ ഒന്ന് വണ്ടിക്കുള്ളിലുണ്ടെന്ന് ഇസ്മായിലിന് തോന്നി. എയർ കണ്ടീഷണർ ഓഫ് ചെയ്തിട്ടും ഇസ്മായിൽ ശ്വാസം വിടുമ്പോൾ അത് മഞ്ഞുതുള്ളികൾ പോലെ വായുവിൽ തെളിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പിൻസീറ്റിൽ നിന്ന് ആ ശബ്ദം മുഴങ്ങി. ഇസ്മായിലെ, സ്പീഡോമീറ്ററിലേക്ക് നോക്കൂ. ഇസ്മായിൽ ഞെട്ടിപ്പോയി. അയാൾക്ക് തന്റെ പേര് എങ്ങനെ അറിയാം? അവൻ സ്പീഡോമീറ്ററിലേക്ക് നോക്കി. സൂചി 100 കിലോമീറ്റർ വേഗത കാണിക്കുന്നു. എഞ്ചിൻ വലിയ ശബ്ദത്തോടെ ഗർജിക്കുന്നുണ്ട്. പക്ഷേ പുറത്തെ കാഴ്ചകൾ അനങ്ങുന്നില്ല. റോഡരികിലെ ഒരേ മയിൽക്കുറ്റിയും ഒരേ കരിമ്പനയും മിന്നൽ വെളിച്ചത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. വണ്ടി ഓടുന്നുണ്ട്, എന്നാൽ അത് ഒരടി പോലും മുന്നോട്ടു പോകാതെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെന്ന് അവൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. പേടിച്ചു വിറച്ച ഇസ്മായിൽ തലതിരിച്ച് പുറകിലേക്ക് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. സീറ്റ് ശൂന്യമാണ്. പക്ഷേ സീറ്റിന്റെ ഒരു വശം ആരോ ഇരിക്കുന്നത് പോലെ അമർന്നിരിക്കുന്നു. ആ ശൂന്യമായ ഭാഗത്തുനിന്ന് പുകയിലയുടെയും മണ്ണെണ്ണയുടെയും കലർന്നൊരു ഗന്ധം പുറത്തുവരുന്നു. പെട്ടെന്ന് വണ്ടിയിലെ റേഡിയോ തനിയെ ഓണായി. സ്റ്റേഷൻ മാറുന്നതുപോലെ കുറെ കിരുകിരിപ്പുകൾക്ക് ശേഷം ഒരു പഴയ വാർത്താ പ്രക്ഷേപണം കേട്ടു. ഇന്ന് പുലർച്ചെ വാളയാറിന് സമീപം നിയന്ത്രണം വിട്ട ടാക്സി മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പാലക്കാട് സ്വദേശിയായ ഡ്രൈവർ ഇസ്മായിൽ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരനെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. വാർത്ത കേട്ട് ഇസ്മായിലിന്റെ കൈകൾ സ്റ്റിയറിംഗിൽ നിന്ന് വഴുതി. അവൻ ബ്രേക്ക് ചവിട്ടി, പക്ഷേ പെഡൽ തറയിൽ തട്ടി നിൽക്കുകയാണ്. വണ്ടി നിയന്ത്രണമില്ലാതെ റോഡരികിലെ ഒരു വലിയ ആൽമരത്തിന് നേരെ കുതിച്ചു. ആ മരത്തിന്റെ ചുവട്ടിൽ കറുത്ത കോട്ടിട്ട ആ യാത്രക്കാരൻ നിൽക്കുന്നത് അവൻ കണ്ടു. മരണമുറപ്പായ ഇസ്മായിൽ കണ്ണുകൾ മുറുക്കിയടച്ചു. ഒരു വലിയ സ്ഫോടന ശബ്ദം അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഉണ്ടായത് ഭീകരമായ നിശബ്ദതയായിരുന്നു. അവൻ പതുക്കെ കണ്ണു തുറന്നപ്പോൾ വണ്ടി റോഡരികിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്തിരിക്കുന്നു. പുറത്ത് വെളിച്ചം വീണു തുടങ്ങിയിരുന്നു. സീറ്റിൽ ആരുമില്ല. പക്ഷേ ആ പഴയ തുകൽ ബാഗ് അവിടെ അവശേഷിച്ചിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ ബാഗ് തുറന്നു. അതിനുള്ളിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. അത് എടുത്തു നോക്കിയ ഇസ്മായിൽ ബോധരഹിതനായി വീണു. ആ കാർഡിലെ ചിത്രം ഇസ്മായിലിന്റേതായിരുന്നു. അതിൽ രേഖപ്പെടുത്തിയിരുന്ന മരണത്തീയതി 10 വർഷം മുൻപത്തെ ഇതേ ദിവസമായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്മായിൽ 10 വർഷം മുമ്പ് ആ അപകടത്തിൽ മരിച്ചതാണോ, അതോ വരാനിരിക്കുന്ന മരണത്തിന്റെ മുന്നറിയിപ്പാണോ ആ യാത്രക്കാരൻ നൽകിയത് എന്നത് ഇന്നും രഹസ്യമായി തുടരുന്നു. ഇന്നും പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ ആ അംബാസഡർ ടാക്സി പാതിരാത്രിയിൽ ഓടുന്നത് കണ്ടവരുണ്ട്. ഇസ്മായിൽ ഇന്നും ആ യാത്രക്കാരനെ കാത്ത് ആ വഴിയിൽ അലയുകയാണത്രേ. സീറ്റിലെ അദൃശ്യനായ ആ യാത്രക്കാരൻ. ഭാഗം 2. മരണത്തിന്റെ മടക്കയാത്ര. ബോധം വീണപ്പോൾ ഇസ്മായിൽ കണ്ടത് തന്റെ വണ്ടിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന പോലീസുകാരെയും നാട്ടുകാരെയുമാണ്. അവൻ സീറ്റിലിരുന്ന് വിയർത്തു കുളിച്ചിരുന്നു.
കൈത്തണ്ടയിൽ ആരോ മുറുക്കിപ്പിടിച്ചതുപോലെയുള്ള നീലിച്ച പാടുകൾ. പോലീസ് ഓഫീസർ ഗ്ലാസിൽ തട്ടി അവനെ പുറത്തിറക്കി. ഇസ്മായിലെ, നീയെന്താ ഈ ആൽമരത്തിന് തൊട്ടുമുന്നിൽ വണ്ടി നിർത്തി ഉറങ്ങുന്നത്? ഭാഗ്യത്തിനാണ് നീ മരത്തിലിടിക്കാതെ രക്ഷപ്പെട്ടത്, SI കരുണാകരൻ ചോദിച്ചു. ഇസ്മായിൽ വിറയ്ക്കുന്ന കൈകളോടെ പിൻസീറ്റിലേക്ക് നോക്കി. അവിടെ ആ തുകൽ ബാഗ് ഇല്ലായിരുന്നു. താൻ കണ്ടത് വെറും സ്വപ്നമാണോ എന്ന് അവൻ ഒരു നിമിഷം ആശ്വസിച്ചു. പക്ഷേ പിൻസീറ്റിലെ റെക്സിനിൽ നനഞ്ഞ ചെളിയുടെ അടയാളങ്ങൾ അപ്പോഴും മായാതെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അവനെ നടുക്കിയത് അതൊന്നുമല്ല. തന്റെ പോക്കറ്റിൽ അപ്പോഴും ആ പഴയ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. തന്റെ തന്നെ ചിത്രം പതിപ്പിച്ച 10 വർഷം പഴക്കമുള്ള ആ കാർഡ്. അവൻ ആ ഭീതിയിൽ നിന്ന് മുക്തനാകാതെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി മുതൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇസ്മായിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്റെ വീടിന് പുറത്ത് ടാക്സിയുടെ എഞ്ചിൻ തനിയെ സ്റ്റാർട്ടാകുന്ന ശബ്ദം കേൾക്കാം. അവൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ വണ്ടി നിശ്ചലമായിരിക്കും. പക്ഷേ ബോണറ്റിനു മുകളിൽ ആരെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന അത്രയും ചൂടുണ്ടാകും. 3-ാം ദിവസം അർദ്ധരാത്രിയിൽ അവന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. നീ കൊണ്ടുപോയ ബാഗ് എവിടെ? എനിക്കത് തിരികെ വേണം. ഭയന്നു പോയ ഇസ്മായിൽ ആ ബാഗ് തെരഞ്ഞു ടാക്സിയിൽ കയറി. സീറ്റുകൾക്കിടയിലെ വിടവിൽ നിന്ന് അവൻ ഒരു പഴയ പിച്ചള താക്കോൽ കണ്ടെത്തി. ആ താക്കോൽ കയ്യിലെടുത്തതും അവന്റെ മനസ്സിലേക്ക് 10 വർഷം മുൻപുള്ള ആ രാത്രിയിലെ മങ്ങിപ്പോയ ഓർമ്മകൾ ഇരച്ചുകയറി. സത്യമതായിരുന്നു. 10 വർഷം മുൻപ് ഇതേ രാത്രിയിൽ ഇസ്മായിൽ ഓടിച്ചിരുന്ന വണ്ടിയിൽ ഒരു യാത്രക്കാരനുണ്ടായിരുന്നു. വണ്ടി മരത്തിലിടിച്ചപ്പോൾ അയാൾക്ക് കഠിനമായി പരിക്കേറ്റു. ചോരയിൽ കുളിച്ചുകിടന്ന അയാളെ രക്ഷിക്കുന്നതിന് പകരം അയാളുടെ ബാഗിലുണ്ടായിരുന്ന പണം കണ്ട് ഇസ്മായിൽ അത് കൈക്കലാക്കി. ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചു. ആ കുറ്റബോധം മറക്കാൻ ഇസ്മായിൽ ആ പണം ഉപയോഗിച്ച് പുതിയ ടാക്സി വാങ്ങി ജീവിതം പച്ചപിടിപ്പിച്ചു. കാലം ആ രഹസ്യം മറച്ചെങ്കിലും ആത്മാവ് അത് മറന്നിരുന്നില്ല. പെട്ടെന്ന് വണ്ടിക്കുള്ളിലെ റേഡിയോ വീണ്ടും ശബ്ദിച്ചു. യാത്ര പൂർത്തിയായിട്ടില്ല ഇസ്മായിലെ, ബാക്കി പണം മരച്ചുവട്ടിലുണ്ട്. ഇസ്മായിൽ അറിയാതെ തന്നെ വണ്ടി സ്റ്റാർട്ടായി. സ്റ്റിയറിംഗ് അവന്റെ നിയന്ത്രണമില്ലാതെ തിരിഞ്ഞു. വണ്ടി അതിവേഗത്തിൽ വീണ്ടും ആ പഴയ ആൽമരത്തിന് നേരെ കുതിച്ചു. ഇത്തവണ അവന് ബ്രേക്ക് ചവിട്ടാൻ പോലുമായില്ല. മരത്തിനടുത്തെത്തിയപ്പോൾ പിൻസീറ്റിൽ ആ കറുത്ത കോട്ടിട്ട രൂപം പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഇസ്മായിലിന്റെ തോളിൽ കൈവച്ച് പതുക്കെ മന്ത്രിച്ചു, നമുക്ക് ഒന്നിച്ചു പോകാം. പിറ്റേന്ന് രാവിലെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. സ്റ്റാർ, 10 വർഷം മുൻപ് അപകടം നടന്ന അതേ ആൽമരത്തിലിടിച്ച് ടാക്സി ഡ്രൈവർ ഇസ്മായിൽ മരിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, അവന്റെ കയ്യിൽ 10 വർഷം മുൻപ് കാണാതായ ഒരു യാത്രക്കാരന്റെ പിച്ചള താക്കോലുണ്ടായിരുന്നു. സ്റ്റാർ വാളയാർ പാതയിൽ ഇന്നും രാത്രിയിൽ ഒരു പഴയ അംബാസഡർ ടാക്സി ആളില്ലാതെ ഓടുന്നത് കാണാമെന്നു നാട്ടുകാർ പറയുന്നു. അത് ഇസ്മായിലാണ്. തന്റെ പാപം കഴുകിക്കളയാൻ കഴിയാതെ ആ യാത്രക്കാരനെയും വഹിച്ചു. ഇന്നും അവൻ ആ പാതയിലൂടെ അലയുന്നു. അവസാന വിളി. മരണത്തിന്റെ മറുതലയ്ക്കലെ നിശബ്ദതയും അദൃശ്യനായ വേട്ടക്കാരനും. ബാംഗ്ലൂരിലെ തിരക്കേറിയ IT നഗരത്തിൽ നിന്ന് മാസങ്ങളോളം നീണ്ട ജോലി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരു ആശ്വാസം തേടിയാണ് വരുൺ വയനാട്ടിലെ അതിർത്തി ഗ്രാമമായ തിരുനെല്ലിക്കടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട റിസോർട്ടിലെത്തിയത്. കാപ്പിത്തോട്ടങ്ങൾക്കും നിബിഡ വനങ്ങൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആ പഴയ ബംഗ്ലാവ് ടൈപ്പ് റിസോർട്ടിൽ അന്ന് വരുൺ മാത്രമേ അതിഥിയായി ഉണ്ടായിരുന്നുള്ളൂ. പുകമഞ്ഞ് പുതച്ച മലനിരകളും കാട്ടുപക്ഷികളുടെ കരച്ചിലും അവന് വല്ലാത്തൊരു ശാന്തത നൽകി. എന്നാൽ സന്ധ്യ കഴിഞ്ഞതോടെ കാലാവസ്ഥ മാറിമറിഞ്ഞു. കനത്ത ഇടിമിന്നലോടുകൂടിയ പെരുമഴ പെയ്യാൻ തുടങ്ങിയതോടെ റിസോർട്ടിലെ വൈദ്യുതി ബന്ധവും ലാൻഡ് ലൈൻ ഫോണുകളും പൂർണ്ണമായും തകരാറിലായി. വരുണിന്റെ സ്മാർട്ട് ഫോണിലാകട്ടെ സിഗ്നൽ ബാറുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായി. തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. പാതിരാത്രിയായപ്പോൾ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവന്റെ ഫോൺ പെട്ടെന്ന് ഉച്ചത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സിഗ്നൽ തീരെയില്ലാത്ത ആ സ്ഥലത്ത് കോൾ വരുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. എന്നാൽ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ട വരുണിന്റെ രക്തം തണുത്തുറഞ്ഞു. അവന്റെ സ്വന്തം മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ അവനിലേക്ക് ഒരു കോൾ വരുന്നു. ഭയവും ആകാംക്ഷയും കലർന്ന മനസ്സോടെ വിറയ്ക്കുന്ന വിരലുകളാൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കിൽ നിന്ന് ആദ്യം കേട്ടത് കനത്ത കാറ്റിന്റെ ഇരമ്പലും പിന്നീട് ആരോ വല്ലാതെ ശ്വാസം മുട്ടിപ്പിടയുന്ന ശബ്ദവുമായിരുന്നു. ഹലോ, ആരാണിത്? അവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. മറുപടിയായി കേട്ടത് അവന്റെ തന്നെ ശബ്ദമായിരുന്നു. പക്ഷേ അത് വളരെ ദൂരെയെന്നോണം ഒരു ശവപ്പറമ്പിൽ നിന്ന് സംസാരിക്കുന്നതുപോലെ തോന്നിപ്പിച്ചു. വരുൺ, പുറത്ത് നല്ല തണുപ്പാണ്. ഞാൻ വാതിലിന് മുന്നിലുണ്ട്. എന്നെ അകത്തേക്ക് കയറ്റൂ. ഫോൺ പെട്ടെന്ന് കട്ടായി. ഭയം കൊണ്ട് വിറയ്ക്കുന്ന വരുൺ തന്റെ മുറിയുടെ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. പ്യൂപ്പ് ഹോളിലൂടെ പീപ്പ് ഹോൾ പുറത്തെ ഇടനാഴിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കറുത്തിരുണ്ട ശൂന്യത മാത്രമായിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് വീഡിയോ സന്ദേശം വന്നു. അത് തുറന്ന വരുൺ ബോധം മറയുന്ന അവസ്ഥയിലെത്തി. അവനിപ്പോൾ പ്യൂപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കുന്നതിന്റെ ദൃശ്യമായിരുന്നു ആ വീഡിയോയിലുണ്ടായിരുന്നത്. അതായത് അവൻ കണ്ട ആ ശൂന്യമായ ഇടനാഴിയിൽ നിന്ന് ആരോ കൃത്യമായി അവനെ ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. വീഡിയോയുടെ അവസാനം ആ ക്യാമറ പതുക്കെ താഴ്ന്നപ്പോൾ കണ്ടത് നനഞ്ഞ ചെളിക്കാലടികളുള്ള ഒരു രൂപത്തിന്റെ നിഴലായിരുന്നു. അവൻ പേടിച്ച് കട്ടിലിലേക്ക് ഓടിക്കയറി പുതപ്പിനുള്ളിൽ ഒളിച്ചു. അപ്പോൾ അവന്റെ ഫോൺ വീണ്ടും പ്രകാശിച്ചു.
ഇത്തവണ വന്നത് ഒരു വീഡിയോ കോളായിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞത് വരുൺ ഇരിക്കുന്ന അതേ മുറിയുടെ ദൃശ്യമായിരുന്നു. ക്യാമറ പതുക്കെ ചലിച്ചുകൊണ്ട് ബെഡിൽ പുതപ്പിനുള്ളിൽ വിറച്ചിരിക്കുന്ന വരുണിന്റെ നേർക്ക് തിരിഞ്ഞു. അവൻ മുറിക്കുള്ളിൽ ചുറ്റും നോക്കി, പക്ഷേ ആരെയും കാണാനില്ല. എന്നാൽ ഫോൺ സ്ക്രീനിലെ ദൃശ്യത്തിൽ വരുണിന്റെ തൊട്ടുപിന്നിലായി നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി മുഖമില്ലാത്ത ഒരു രൂപം നിൽക്കുന്നത് അവൻ കണ്ടു. ആ രൂപത്തിന്റെ കൈകൾ പതുക്കെ വരുണിന്റെ കഴുത്തിനു നേരെ നീളുകയായിരുന്നു. സ്ക്രീനിൽ കാണുന്ന കൈകൾ തന്റെ കഴുത്തിൽ അമരുന്നത് അവൻ യഥാർത്ഥത്തിൽ അറിയാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ റിസോർട്ട് ജീവനക്കാർ മുറി തുറന്നപ്പോൾ വരുൺ അവിടെ ഉണ്ടായിരുന്നില്ല. മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ബെഡിൽ അവന്റെ ഫോൺ മാത്രം സ്ക്രീൻ പൊട്ടിത്തകർന്ന് കിടന്നിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ അവസാനമായി വന്ന ആ വീഡിയോ കോളിലെ റെക്കോർഡിംഗ് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ വരുൺ അദൃശ്യമായ ഏതോ ശക്തിയാൽ വായുവിൽ ശ്വാസം മുട്ടിപ്പിടയുന്നതും പിന്നീട് അദൃശ്യമായ ആ രൂപം അവനെ ജനാലയിലൂടെ പുറത്തെ കനത്ത ഇരുട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും വ്യക്തമായിരുന്നു. ആ ഫോൺ നമ്പറിന്റെ ഉടമസ്ഥൻ വരുൺ തന്നെയായിരുന്നുവെങ്കിലും സിഗ്നൽ ടവറുകൾ പോലുമില്ലാത്ത ആ മലമുകളിൽ നിന്ന് എങ്ങനെ ആ കോളുകൾ വന്നുവെന്നത് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത പോലീസ് ഫയലായി അവശേഷിക്കുന്നു. ആ രാത്രിക്ക് ശേഷം ആ റിസോർട്ട് എന്നേക്കുമായി അടച്ചുപൂട്ടി. നിങ്ങൾക്കായി എനിക്ക് അടുത്തതായി എന്തു ചെയ്യാൻ കഴിയും?